ഒരു പൈപ്പ് പൊട്ടിയിട്ട് കാലം കുറയും. ഒന്നല്ല, ഒരു റോട്ടിൽ 4 സ്ഥലത്ത് ഒന്നിച്ച് പൊട്ടി വെള്ളം പാഴായോണ്ടിരിക്കുക. ഇത് ഗുരുവായൂരിന്ന് മാവുഞ്ചോട് ടു ചവക്കോട്ട റോഡ്, ഇപ്പോഴത്തെ പാർക്ക് റോഡ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആടെ ഈ വീഡിയോ നിരുത്തരവാദിത്തപ്പെട്ട ഈ ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അവർ തുറന്ന് കാണാൻ വേണ്ടി. ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ കുഴിയുടെ ഈ പൈപ്പ് പൊട്ടിയ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ വീട്. അതും ഞാൻ കാട്ടിത്തരാം. ഇത് നമ്പർ 1. ഇതൊരു കുഴി. ഇത് പാലഞ്ചേരി നാരായണൻ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഒരു കുഴി. ഈ കാണുന്ന വീടാണ് വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥയുടെ വീട്. ഓക്കെ, ഇതാ ഒരു കുഴി. അവിടെ വെള്ളം ഒരുപാട് കാലമായി, ഒരു 2 മാസം 3 മാസത്തിൻ്റെ മേലെയായി അവിടെ പൊട്ടിക്കെടുക്കാൻ തുടങ്ങിയിട്ട്. അടുത്ത സ്ഥലം ഇതിവിടെ പുല്ലൊക്കെ മൂടിക്കിടക്കണ കാരണം ശരിക്കും കാണുന്നില്ല. അത്യാവശ്യം വെള്ളം ഇവിടെയും ലീക്കാവുന്നുണ്ട്. ഇവരുടെ ഈ നിരുത്തരവാദിത്വം ഒന്ന് ജനങ്ങളുടെ മുന്നിൽ, ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു കുഴി, ഇത് ചില്ലറ കുഴിയൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് വ്യക്തമായി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു പൈപ്പ് പൊട്ടി ഒരിക്കൽ നന്നാക്കി പോയ സ്ഥലമാണ്. ഇത് ചില വണ്ടികളൊക്കെ എടുത്തടിക്കണ ഒരവസ്ഥ ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആക്സിഡൻറ്റുകൾ കൂടുതലില്ലാത്തത് ദൈവാധീനം എന്ന് പറയാം. അടുത്തത് ഇത് നമ്മുടെ പഴയ മദർ തിയേറ്റർ, UP നാരായണൻ്റെ വീട്. ഇതാ ഈ കാണുന്ന സ്ഥലം. നിങ്ങളൊന്ന് നോക്കൂ, വല്ല വെള്ളവും ഇവിടെ ലീക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കൂ. മുമ്പ് ഞാൻ തന്നെ പരാതി കൊടുത്ത് പൈപ്പ് പൊട്ടിയ സ്ഥലമായിരുന്നു ഇവിടെ, മദർ തിയേറ്ററിൻ്റെ മുൻവശം. ഇവിടെ അവർ വന്ന് നന്നാക്കി പോയി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു ജംഗ്ഷനിലെ സംഭവം ഇതാ കണ്ടോളൂ. വെള്ളം പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. കൺകുളിർക്കെ കാണൂ. കണ്ടോ, ഒരു ജംഗ്ഷനാണ്. ഇത് ഞങ്ങളുടെ ഓട്ടോറിക്ഷ പാർക്ക്, ഞങ്ങളുടെ നീതി സ്റ്റോറ്. കണ്ടോ, ഇത് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് 4-5 ദിവസമായി. ഒരു മനുഷ്യനും ഈ വഴിക്ക് വരുന്നില്ല. അധികാരികളോട് അടുത്ത് എത്തിച്ചിട്ടുള്ളതാണ്. ഇനി ഇവരൊക്കെ എന്ന് ഇവിടെ വന്ന് നന്നാക്കും എന്നൊന്നും ഒരു പിടിയുമില്ല. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.